ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ദൈവകൃപയും ഉണ്ടാകണം. ദൈവകൃപ എങ്ങനെയാ വരുന്ന അറിയാമോ? അമ്പലത്തിൽ പോയി തൊഴുതെന്നും പറഞ്ഞാൽ ദൈവകൃപ കിട്ടത്തില്ല. കലിയുഗത്തിൽ പ്രത്യേകിച്ച് നാമജപങ്ങളാണ്. ഈ പാരായണങ്ങൾ ഭഗവത്ഗീതയായാലും രാമായണമായാലും ഭാഗവതം എല്ലാം നമ്മൾ എത്രമാത്രം പാരായണം ചെയ്യുന്നോ അത്രയും മാത്രം മനസ്സ് അത്ര ഏകാഗ്രതവും അത്രമാത്രം ഒരു അറിഞ്ഞ് നമ്മുടെ ഉള്ളിലേക്ക് ഇഴിഞ്ഞിറങ്ങുക. അതുപോലെ തന്നെ ആരാധന, സ്തുതിപ്പുകൾ, ഭഗവാനെ സ്തുതിക്കുക, നല്ല എന്താ പറയുക, ഭഗവത് കീർത്തനങ്ങൾ, ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലണം, ഇഷ്ടം പോലെ ചൊല്ലണം. അപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരുപാട് ചൊല്ലി ഒരു 2-3 മണിക്കൂറൊക്കെ ചൊല്ലുന്നത്. ചൊല്ലിയാലൊന്നും എനിക്ക് മതിയാവത്തില്ല. അത് അങ്ങനെ ചൊല്ലുമ്പോൾ എന്തുവരും, ഭഗവാന്റെ കൃപ അങ്ങനെ നമ്മുടെ ഉള്ളം അങ്ങ് നിറയുന്നെന്ന് പറയുന്നത് എന്താണ്, അത് ആ കൃപ വന്ന് നിറയുന്നതാ. ഈശ്വരൻ്റെ കൃപ അങ്ങനെ കിട്ടുന്നത്. അപ്പോഴാണ് നമുക്ക് ഒരു അനുഭൂതിയൊക്കെ അതിൽ അങ്ങനെ പോകെ വരുന്നത്. അപ്പോൾ ഭഗവാന്റെ കൃപ നമുക്കുണ്ടെങ്കിൽ നമ്മൾ നന്നായി സ്തുതിക്കണം, ആരാധിക്കണം. അത് കലിയുഗത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞേക്കുന്നത് ആരാധനയാണ്. കാരണം കൃതത്രേത ദ്വാപര കലി, കൃതയുഗത്തിൽ നാമസങ്കീർത്തനങ്ങളല്ല, ത്രേതായുഗത്തിലും അതല്ല, ദ്വാപരത്തിലും അതല്ല, അർച്ചന കണ്ട പൂജയൊക്കെ. പക്ഷേ ഇവിടെ കലിയുഗത്തിൽ നാമസങ്കീർത്തനങ്ങൾ, എത്രത്തോളം നാമങ്ങൾ ചൊല്ലണം, ഭഗവാനെ പാടി പുകഴ്ത്ത്, അത് മാത്രം മതി ഭഗവാന്. നമുക്ക് എത്രത്തോളം സ്നേഹമുണ്ട്, ഭക്തിയുണ്ട്, അതാണ് ഭഗവാൻ നോക്കുന്നത്. അത് എങ്ങനെ ഭക്തി വർദ്ധിക്കുന്നത്? നമ്മൾ നാമങ്ങൾ ചൊല്ലി വരുമ്പോൾ ഭക്തിയും വർദ്ധിക്കും. അത് ഞാൻ എഴുതിയൊരു നാമം തന്നെ ചൊല്ലാം. നാമജപം ഭഗവാനെ അത്രമാത്രം സ്നേഹത്തോടുകൂടി വേണം ചൊല്ലാൻ. അത് ആ ഭക്തിയോട് വരുമ്പോഴാണ് നമ്മുടെ ഉള്ള മൊത്തം നിറഞ്ഞ് പൊട്ടും, അത്രമാത്രം നിറഞ്ഞ് കവിയും. അത് ഭഗവാന്റെ കൃപ അങ്ങനെ വരുമ്പോഴാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ശ്രീരാമനാമം ജപി മനമേ, മനസ്സേ എപ്പോഴും മനമേ ജപിക്കൂ, ഭഗവാനെ ആരാധിക്കൂ, ജപിക്കൂ. കൃഷ്ണനാമായാലും രാമനാമം, ശ്രീകൃഷ്ണനാമം ജപി മനമേ, ജപി മനമേ, നാമം ജപി മനമേ. ശ്രീരാമനാമം ശ്രീകൃഷ്ണനാമം ജപി മനമേ. ജപിക്കുമ്പോൾ എന്ത് കിട്ടും? മാനസം ശുദ്ധി വരും, കാമക്രോധങ്ങൾ നീങ്ങും. നമ്മുടെ ഉള്ളിൽ കാമക്രോധ അസൂയ കുശുമ്പ് ഇതൊക്കെ അങ്ങ് നീങ്ങും. എന്ത് ചെല്ലുമ്പോഴാ മനസ്സ് ശുദ്ധിയാവും. ഈ നാമജപം അങ്ങോട്ട് ചൊല്ലുമ്പോൾ ഭഗവാന്റെ കൃപ ഇങ്ങോട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങും. അവിടെ ഇരിക്കുന്ന അഴുക്കളെല്ലാം എന്താ, കാമം, ക്രോധം, അസൂയ, കുശുമ്പ്, ദേഷ്യം ഇതൊക്കെ അങ്ങ് പോകും. മാനസം ശുദ്ധി വരും, കാമക്രോധങ്ങൾ നീങ്ങും, കാമക്രോധങ്ങൾ നീങ്ങും, ഭക്തിയും താനേ വരും. കാമക്രോധങ്ങളെല്ലാം അങ്ങ് പോകും. പിന്നെ അവിടെ പിന്നെ എന്താ, നമ്മുടെ ഹൃദയം നിറച്ച് ഭക്തിയാണ്. കാമക്രോധങ്ങൾ നീങ്ങും, ഭക്തിയും താനേ വരും, ഭക്തിയും താനേ വരും, ചിത്തവും ഒടുങ്ങിയിടും. ഭക്തി വരുമ്പോൾ നമ്മളെ ചിത്തം മനസ്സെങ്ങും പോകത്തില്ല. മനസ്സിനെങ്ങും നമ്മൾ പിടിച്ച് കടിഞ്ഞാനിടേ വേണ്ട. ആ ഭക്തി വർദ്ധിക്കുമ്പോൾ നമുക്കങ്ങ് പാടിക്കൊണ്ടിരുന്നാൽ മതി, ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ മതി. നമ്മുടെ ഒറ്റ ചിന്ത മാത്രമേ വരൂ. പിന്നെ മനസ്സിനെ പിടിച്ച് കെട്ടണ കാര്യം എന്താ? കുതിരയ്ക്ക് കടിഞ്ഞാനിടുന്ന പോലെ മനസ്സ് ഓടുന്നവരുണ്ട്, അവർക്ക് കടിഞ്ഞാനിട്ട് അവിടെ നിഗ്രഹിച്ച് അവിടെ നിർത്തണം. പക്ഷേ ഭക്തി വന്നാൽ ഒരിക്കലും അവിടെ കടിഞ്ഞാനിടേ വേണ്ട, മനസ്സ് കൂടെ നിൽക്കും, നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കും. എത്രത്തോളം കേൾക്കണം, ഇനിയും കേൾക്കണം, മനസ്സുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുക നമ്മൾ. പിന്നെ മനസ്സ് എങ്ങോട്ട് പോകാൻ? മനസ്സ് തന്നെയാണല്ലോ ഈ പ്രാർത്ഥന. പാടൂ ഭഗവാനെ സ്തുതിക്കൂ എന്ന് മനസ്സല്ലേ ചിന്തിക്കുന്നത്, അപ്പോഴല്ലേ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് മാനസം ശുദ്ധി വരും, കാമക്രോധങ്ങൾ നീങ്ങും, കാമക്രോധങ്ങൾ നീങ്ങും, ഭക്തിയും താനേ വരും. കാമക്രോധങ്ങൾ നീങ്ങുമ്പോൾ ഭക്തിയും താനേ വരും, ഭക്തിയും താനേ വരും, ചിത്തവും ഒടുങ്ങിയിടും. പിന്നെ ചിത്തം മനസ്സെങ്ങോട്ടും പോകത്തില്ല. അപ്പോൾ ഭക്തി അങ്ങോട്ട് താനേ വന്നിങ്ങ് ഇറങ്ങും. അപ്പോൾ ആ ഭക്തി കൂടി വരുമ്പോൾ പിന്നെ മനസ്സെങ്ങും പോകത്തില്ല. അതുകൊണ്ട് ചിത്തം ഒടുങ്ങിയിടും. ഒടുങ്ങിച്ചാൽ അടങ്ങും.
അവിടെ തന്നെ എനിക്ക് മനസ്സെന്ന് പറയണ്ട, അവിടെ നിന്ന് ഇരുന്നോളും. ചിത്തവും കൊടുങ്ങിയിടം പരന്തങ്കലേ. പരമാത്മാവാണ് പരൻ. അപ്പോൾ ഭഗവാനിൽ തന്നെ ആ മനസ്സ് ചിത്തം അവിടെ ചെത്തും. അപ്പോൾ ഭക്തിയും താനീ വരും ചിത്തവും ഒടുങ്ങിയിടും പരന്തങ്കലേ. അപ്പം നമ്മൾ എന്തിനായി പ്രാർത്ഥിക്കുന്നത്? പരന്തങ്കലേ എത്താൻ, പരമാത്മാവിൽ ലയിക്കാൻ. ആ മനസ്സ് അവിടെ ചെന്ന് ലയിക്കണം, ആ ആനന്ദ നിർവൃതി അടയാം. അപ്പം നമുക്ക് എന്താ വേണ്ടേ? പ്രാർത്ഥന. എത്ര നമ്മൾ പുരാണങ്ങൾ വായിച്ചാലും നമ്മളൊരു അരമണിക്കൂറെങ്കിലും അറിഞ്ഞ് ഇഴിഞ്ഞിറങ്ങുന്ന രീതിയിലുള്ള പ്രാർത്ഥന, അറിഞ്ഞുള്ള പ്രാർത്ഥന വേണം. അല്ലാതെ നമുക്ക് നിറയത്തില്ല. അത്രത്തോളം മനസ്സിൽ ഇറങ്ങണം. ആ ഈശ്വരകൃപ അതിലേക്ക് വരണമെങ്കിൽ അത്രത്തോളം ഭക്തി മുഴുത്ത് വേണം ചൊല്ലാൻ. അവിടെ ആരിയ്ക്കുന്നെന്നോ മറ്റുള്ളവർ കേൾക്കുമെന്നോ അയൽക്കാർ കേൾക്കുന്നോ ഒന്നും ശ്രദ്ധിക്കണ്ട. നമുക്ക് ഭഗവാനെ കവിഞ്ഞ ആരുമില്ലല്ലോ. അപ്പോൾ ശ്രീകൃഷ്ണനാമം ജപിമനമേ നാമം ജപിമനമേ, ശ്രീരാമനാമം ജപിമനമേ. എത്ര വട്ടം വേണമെങ്കിലും ചൊല്ലാം. മാനസം ശുദ്ധി വരും, കാമക്രോധങ്ങൾ നീങ്ങും, ഭക്തിയും താനേ വരും, ചിത്തവും ഒടുങ്ങിയിടും പരന്തങ്കലേ, ശ്രീരാമനാമം ജപിമനമേ. നമ്മളെ ചിത്തം പരമാത്മാവിൽ ലയിക്കണം. അപ്പോഴാണ് ലയം, അതായത് രതി എന്ന് പറയുന്നത്. ഈ രതി ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താ, നമ്മൾ ധ്യാനിച്ച് നമുക്ക് പ്രകാശങ്ങളൊക്കെ കാണാം, പക്ഷെ നമുക്ക് രതി വേണം. പരമാത്മ ലയിക്കുക, അതാണ് മുക്തി എന്ന് പറയുന്നത്. നമ്മൾ ലയിക്കുന്നതാണ് മുക്തി. കാരണം മറ്റെല്ലാ ചിന്തകളെല്ലാം ഉള്ളിൽ നിന്ന് പോകും പരമാത്മാവോട്ട് ലയിക്കുന്ന സമയത്ത്. അല്ലാത്തപ്പോൾ നമ്മൾ ഗൃഹസ്ഥാശ്രമികൾക്ക് പിന്നെ വേണ്ടുന്നതൊക്കെ നമുക്ക് ചെയ്യാൻ എടുക്കാം. പക്ഷെ പരമാത്മാവ് ലയിക്കുന്നത് നമ്മളിപ്പോഴേ ചെയ്ത് പഠിച്ചാൽ നമുക്ക് പോകേണ്ട സമയമാകുമ്പോൾ പരമാത്മാവ് ലയിച്ച് തന്നെ നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് ആരാധന കൊണ്ട് മാത്രമേ ഈ കലികാലത്തിൽ മറികടക്കാൻ പറ്റൂ. ഇത് സംസാരമാകുന്ന സാഗരമായത്, സമുദ്രമായത് വെച്ചാൽ ദുരിതമാകുന്ന അബ്ധി, കടൽ. അതിൽ നിന്ന് നമ്മൾ കരകയറണമെങ്കിൽ നമുക്ക് ഈശ്വരാരാധന തന്നെ വേണം. ഭക്തി വർദ്ധിച്ചെങ്കിൽ അല്ലാതെ അത് പ്രാർത്ഥനയിൽ കൂടിയാണ് കിട്ടുന്നത്. വെറുതെ ഇരുന്ന് ധ്യാനിച്ചാലൊന്നും അന്തര വരത്തില്ല. നമ്മൾ ആദ്യമേ നന്നായി മുഴുകി ഇരുന്ന് പ്രാർത്ഥിക്കുക, എന്നിട്ട് ധ്യാനത്തിലിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെല്ലാം നിറഞ്ഞ് കവിയും. അങ്ങനെ ഒരു ആരാധന നമ്മൾ നടത്തണം. എൻ്റെ മക്കൾക്കിത് പ്രത്യേകിച്ച് ഞാനിത് പറഞ്ഞു തരുന്നത്, കുറച്ച് മക്കളൊക്കെ എന്നെ വിളിക്കും. അവർക്ക് സത്യത്തിൽ ഇപ്പോഴത്തെ ഭാഗവതം വായിക്കുന്ന മക്കളൊക്കെയാണ്, പക്ഷെ അവർ അറിയുന്നില്ല. എന്താ വെച്ചാൽ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അകമഴിഞ്ഞ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ, മനസ്സ് എന്താ പറയുക, അജ്ഞാനം മാറുന്ന ഒരു മനസ്സോട് പ്രാർത്ഥിക്കണം. ഇന്ന് ആർക്കും കാരണം വീടുകളിൽ അമ്പലത്തിലേക്ക് പോയി വേണമെങ്കിൽ അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുകയോ ഭാഗവതം വായിക്കുക. പക്ഷെ വീടുകളിൽ വലിയ പാടാണ്. ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ കേൾക്കില്ലേ, ഉറക്ക പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ അയൽക്കാർ കേൾക്കത്തില്ല. അപ്പോൾ അവിടെ അജ്ഞാനം വന്നില്ലേ. ഭഗവാനോട് പ്രാർത്ഥിക്കണം, എന്തിനാ അജ്ഞാനിക്കുന്നത്? അപ്പോൾ അജ്ഞാനം വന്ന പിന്നെ അവിടെ എങ്ങനെ ലയിക്കാൻ പറ്റും? നമ്മൾ മുക്തനാവാൻ എങ്ങനെ പറ്റും? അപ്പം നമുക്ക് എന്താ വേണ്ടേ? അജ്ഞാനം ആദ്യം എടുത്തങ്ങ് കളയണം. ആരോ കേട്ടോ, എനിക്ക് പണ്ടേ, കാരണം എൻ്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും എനിക്കത് അറിയാഞ്ഞത്. എനിക്കങ്ങനെ പറ്റത്തില്ല. അപ്പം നമുക്കിനി രാമായണം വായിക്കാം, കാരണം സമയം ഒരുപാട് പോയി കേട്ടോ. ഇവിടെ ശ്രീരാമ ഭഗവാൻ ഉപദേശം കൊടുക്കുന്നതാണ്. പിന്നെ പറയുന്നത് മാനവും ഡംഭും ഇതൊക്കെ കളയണമെന്നല്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ച. മാനവും ഡംഭ്, ഹിംസ, വക്രത്വം, കാമം, ക്രോധം മാനസേ വെടിയണം, സന്തുഷ്ടനായി സദാകാലം. എന്തെല്ലാമാണ് പറഞ്ഞതെന്ന് അറിയാമോ? ഇനിയിപ്പോൾ ഒന്നുകൂടെ ആവർത്തിച്ചാൽ ഇനി ഒട്ടും വായിക്കാൻ പറ്റാതാവും. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇപ്പം പിന്നെ പ്രാകൃത ജനങ്ങളുമായി വസിക്കരുത്. നമുക്ക് ഒരു ഭക്തൻ കഴിയുന്നിടത്തോളം ഈ ലോക ചിന്തയിൽ വസിക്കുന്ന പ്രാകൃത ജനം ഒരു വിവരമില്ലാത്ത, കാരണം ഇവിടെ അമ്മ പരാശക്തി മഹാമായ രണ്ടവസ്ഥയാണ്. ഒന്ന് അവിദ്യ, ഒന്ന് വിദ്യ. ഈ ലോകം അവിദ്യ കൊണ്ട് നിറഞ്ഞതാ, കാരണം അറിവില്ലായ്മയാണ്. നമുക്ക് തീറ്റിപ്പോറ്റാൻ അമ്മ നമ്മളെ പാലൂട്ടി വളർത്താനുള്ളതാണ് പ്രപഞ്ചം.
അത് നമ്മൾ കിട്ടുന്നതും കൊണ്ട് തികയത്തില്ല, പോരാ, പിന്നെയും പിടിച്ചു പറിക്കുന്നു, ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി ഇങ്ങനൊരു ജീവിതം. അതിൽ നിന്ന് ആ അമ്മയ്ക്കൊരു വിദ്യയുണ്ട്, അതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇതൊക്കെ അങ്ങ് മാറും. അപ്പോൾ ഈ അവിദ്യയായിരിക്കുന്ന അജ്ഞാനങ്ങളെല്ലാം മാറി വിദ്യ ഉള്ളിലുണ്ടാകണം. അതിനാണ് ആ പരാശക്തിയായിരിക്കുന്ന അമ്മ രണ്ടവസ്ഥ. ആ വിദ്യ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുക്തനാവാൻ പറ്റൂ. നമ്മുടെ ഉള്ള അറിവ് വേണം. അറിവാണ് ഈശ്വരൻ. ഈശ്വരൻ അറിവാകുന്നു, നാം അറിവാകുന്നു. അതാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, ഗുരുദേവൻ പറയുന്നത് എന്താ, നാം എന്നുവെച്ചാൽ നമ്മൾ അറിവാകുന്നു. അതാണ് ഞാൻ ഈ ശരീരമല്ല, എന്നിലിരിക്കുന്ന വേറായി ഈ ദേഹങ്ങളൊന്നും അല്ല, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, പിന്നെ എന്താ പറയുക, അഹങ്കാരം, ഇതൊന്നും അല്ല, മനസ്സൊന്നും അല്ല, അതിൽ നിന്നും വേറായി ഒന്ന് നിൽക്കുന്നതാണ് പരമാത്മാവ്, എന്നാൽ ജീവാത്മാവെന്നും പറയാം. അപ്പം അത് വേറായി ഇതിലങ്ങ് ചേരാതെ സംഘമില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ഇതിനെ നമ്മൾ അറിഞ്ഞു വരുമ്പോൾ അറിഞ്ഞു വരുമ്പോഴാണ് നമുക്ക് ആ ജ്ഞാനം ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ അറിവ് ഞാനാകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്താണ് അറിയുന്നതാണ്, നമ്മൾ അറിവ് ഉണ്ടായി വരുമ്പോഴേ ഇതിനെ അറിയാൻ പറ്റൂ, കാണാൻ പറ്റുന്നതല്ല. ദർശനങ്ങളൊക്കെ കാണുന്നതെല്ലാം നമുക്ക് പ്രത്യക്ഷമാവും, ഇതൊക്കെ വേറെ. പക്ഷെ നമ്മൾ ഈ അനുഭൂതി, ആ ഒരു പരമാനന്ദ ചൈതന്യത്തെ ഉൾക്കൊള്ളുകയും ആ ലഹരിയിൽ മുഴുകുകയും വേണമെങ്കിൽ നമുക്ക് എന്താണ് അറിയണം. അപ്പോൾ നമുക്ക് ഈശ്വരൻ എങ്ങനെ ഇരിക്കുമോ, അപ്പോൾ നമുക്കൊരു ആനന്ദ സ്വരൂപമാണെന്ന്. ഭഗവാൻ പരമാത്മാവ് ആനന്ദനാണ്, ആനന്ദമാണ്. അപ്പോൾ നമ്മൾക്ക് ആനന്ദ നിർവൃതി അടയുമ്പോൾ നമുക്കറിയാം നമ്മളും ഏതാണ്ടൊക്കെ ഭഗവാന്റെ അംശമായി. അല്ലെങ്കിൽ പറയാനേ പറ്റുമോ എല്ലാം പരമാത്മൻ്റെ അംശമെന്ന്, പക്ഷേ ആവത്തില്ല. ആവണമെങ്കിൽ നമ്മൾ അറിയണം. ഇതിനെ അറിഞ്ഞ് അനുഭൂതി നമ്മൾ അറിയണം, അറിവുകൊണ്ട് അതിനെ കിട്ടണം. അതാണ്. അതുകൊണ്ട് പ്രാകൃത ജനങ്ങളുമായി വസിക്കരുത് ഒട്ടും, ഏകാന്തേ പരമാത്മജ്ഞാന തൽപരനായി. അപ്പോൾ എന്താ ഏകാന്തി, ഒറ്റയ്ക്ക് ഏകാന്തവാസം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അങ്ങനെ നമുക്ക് പരമാത്മജ്ഞാന തൽപരനാവണം നമ്മളെല്ലാവരും. എന്നിട്ട് എല്ലാവരും എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ ആയാലും എല്ലാവരും അങ്ങനെ ആകത്തില്ല, കുറേശ്ശെ ആകും. ഇന്നിപ്പം പെട്ടെന്ന് ഒരാൾക്ക് അങ്ങനെ കിട്ടിയാൽ പിന്നെ കുറേ നാളിട്ട് വേറെ, അങ്ങനെ പല പല രീതിയിലെ അളവാണ്. ഒന്നിച്ച് ഈ സ്കൂളിലൊക്കെ നമുക്ക് 10ാം ക്ലാസ് ഒന്നിച്ച് കുറേ പിള്ളേർ പാസ്സാവും. പക്ഷേ ആത്മീയ വിദ്യ അങ്ങനെ നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളുടെ വാസന കൊണ്ടാണ് ഇവിടെ വന്നേക്കുന്നത്. അത് എന്തൊക്കെയാണെന്ന് ആ വാസന ചെയ്തെടുത്തവർക്കേ അറിയത്തുള്ളൂ. ചിലർക്ക് പറ്റും, ചിലർക്ക് പറ്റത്തില്ല. അതിന് ഈശ്വരൻ തന്നെ അതിൻ്റെ ഒരു വഴി നമുക്ക് തന്നെ അറിയാം. ഇത് കേൾക്കാനും ഇത് പറയാനും പ്രാർത്ഥിക്കാനും ഇഷ്ടമുള്ള മക്കളുണ്ടല്ലോ, അവർക്ക് കഴിഞ്ഞ ജന്മത്തെ സുഹൃതം ഉണ്ടെന്ന് തന്നെ അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ നടക്കത്തില്ല, ഒരിക്കലും നടക്കത്തില്ല. കാരണം ഇവിടെ ഈ ലോകചിന്തയിൽ ഒരുപാട് പേര്, ഒരു 1999 പേരും ഈ ലൗകികമായ വാസന കൊണ്ടായിരിക്കും വന്നേക്കുന്നത്. അപ്പോൾ പിന്നെ അതിൽ ഒരാളെ കാണൂ. അങ്ങനെ നോക്കുമ്പോൾ 1010 കാണുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എന്നാലും കുറേശ്ശെ പഠിച്ചു വന്നാൽ അടുത്തൊരു ജന്മങ്ങളും നേടാമല്ലോ, ഇപ്പം കിട്ടിയില്ലെങ്കിൽ. അതേപോലെ അതുകൊണ്ട് ഏകാന്തേ പരമാത്മജ്ഞാന തൽപരനായി വേദാന്ത വാക്യ അർത്ഥങ്ങളെ അവലോകനം ചെയ്യണം. അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. അവലോകനം ചെയ്ത് വൈദിക കർമ്മങ്ങളും ആത്മനെ സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാൽ ഉറച്ചു ചമഞ്ഞിടും. അങ്ങനെ എല്ലാം പരമാത്മാവിൽ സമർപ്പിച്ച് എല്ലാ കർമ്മങ്ങളും ചെയ്തു വരുമ്പോൾ, ഭക്തിയും എല്ലാ കാര്യങ്ങളും ഒത്തു വരുമ്പോൾ എന്തുവരും, നമ്മുടെ ഉള്ളത്തിൽ നമ്മുടെ അകതാരിൽ ഉറച്ചു ചമഞ്ഞിട്ട് എന്താ അറിവുണ്ടാകും, ജ്ഞാനം. ആ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ ഉറച്ചു വരുന്ന എന്താ ഭഗവാന്റെ ഒരു കൃപയും കൂടെയാണ്. അതുകൊണ്ട് ജ്ഞാനവും അകതാരിൽ ഉറച്ച് ചമഞ്ഞിടും. മാനസേ വികല്പങ്ങൾ ഏതുമേ ഉണ്ടാകില്ല. അപ്പം മനസ്സിന് യാതൊരു ഭ്രമങ്ങളും ഉണ്ടാകത്തില്ല, ഭയവും. മനസ്സുകൊണ്ട് നമുക്ക് സാധാരണക്കാരെങ്ങനെ അതുപോലൊന്നും നമുക്കുണ്ടാവത്തില്ല. നമുക്ക് എല്ലാം ഇല്ലെന്നല്ല, ഉണ്ടാവും. പക്ഷെ നമ്മൾ സന്തോഷവതിയായിട്ടും സന്തോഷവാനായിട്ടും ഇരിക്കും എപ്പോഴും. ദുഃഖം അങ്ങനെ നമ്മളെ ഏക്കത്തില്ല. അതെന്താ കാരണം? ഈശ്വരന് ദുഃഖമുണ്ടോ? എല്ലാത്തിനും സമമല്ലേ? അതുപോലെ തന്നെ ആനന്ദമല്ലേ? അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു അവസ്ഥയാവുമ്പോൾ നമുക്കും അത് തന്നെയൊക്കെയാണ് അനുഭവങ്ങൾ. അപ്പം നമുക്ക് ഒന്നുകൊണ്ടൊരു ദുഃഖം തോന്നിക്കത്തുമില്ല. നമ്മൾ ആനന്ദം അനുഭവിക്കുകയും ചെയ്യും. എപ്പോഴും സുഖത്തിലും ദുഃഖത്തിലും സമത്വം ആവുകയും ചെയ്യും. എല്ലാവരിലും മമതയില്ലാത്തൊരു സമത്വം, എല്ലാവരിലും സമദൃഷ്ടിയും സമചിത്തതയും അങ്ങനെയും ആകും. എല്ലാം കൊണ്ടും ഈശ്വരൻ്റെ ഒരു ഛായ നമ്മളിലേക്ക് വർത്തിക്കും. കാരണം നമ്മളൊരു ദൈവ പൈതലാവും, ഭഗവാന്റെ മക്കളായി തീരും. അതല്ലേ നല്ലത്? അതുകൊണ്ട് ജ്ഞാനവും അകതാരിൽ ഉറച്ച് ചമഞ്ഞിടും. മാനസേ വികല്പങ്ങൾ ഏതുമേ ഉണ്ടാകൊല. ആത്മാവാകുന്നത് എന്തെന്നുണ്ടോ കേളതും എങ്കിൽ ആത്മാവല്ലല്ലോ ദേഹ പ്രാണബുദ്ധി അഹങ്കാരം. ആത്മാവ് എന്താകുന്നു നീ കേൾക്കൂ. ലക്ഷ്മണനോട് പറയുവാണ് ശ്രീരാമ ഭഗവാൻ പറയുന്നു, ആത്മാവാകുന്നത് എന്തെന്നുണ്ടോ
ലക്ഷ്മണൻ അതിനെപ്പറ്റി അറിയത്തില്ലല്ലോ, ചോദിക്കുമല്ലേ, എനിക്ക് അജ്ഞാനം മാറണം, എനിക്ക് ആനന്ദം അനുഭവിക്കണം, ഇതെക്കൊണ്ട് എനിക്ക് ഉപദേശങ്ങൾ തരണം. അപ്പം ഭഗവാൻ ഓരോന്നോരോന്നായി പറഞ്ഞു കൊടുക്കുക. ആത്മാവാകുന്നത് എന്തെന്നുണ്ടോ കേള്, അത് എങ്കിൽ ഞാൻ പറയാം. ആത്മാവല്ലല്ലോ. എന്താണ് അല്ലാത്തത്? ഈ നമ്മളെ ദേഹമാകുന്നത് ആത്മാവല്ല, ഞാനെന്നുള്ളതല്ല. ഞാനെന്ന് പറയുന്നത് ആത്മാവാണ്. എല്ലാവരും ഞാനെന്ന് പറയുന്നത് ഈ ദേഹത്തെയാണെന്ന്. ഞാൻ ഈ ഒരു വസ്തുവാണ്, ഈ ഒരു ദേഹമാണ് ഞാനെന്ന് കരുതിയാൽ പറയുന്നത്. പക്ഷേ ദേഹം ആത്മാവ് വസിക്കുന്ന ഒരു ക്ഷേത്രമാണ്, ഒരു വൃക്ഷമാണ്. അതുകൊണ്ട് ആത്മാവല്ലല്ലോ. ദേഹപ്രാണ ബുദ്ധി അഹങ്കാരം, നമ്മുടെ ദേഹത്തിൽ അഹങ്കാരം, ബുദ്ധി, പിന്നെ മനസ്സ്, ഇന്ദ്രിയങ്ങളെല്ലാം ഉണ്ട്. ഇതൊന്നും ആത്മാവല്ല. മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നു മേലേ. അപ്പോൾ ഈ മാനസാദികളോ പിന്നെ ബുദ്ധിയോ അഹങ്കാരമോ ഒന്നുമല്ല, ഇതിൽ നിന്നെല്ലാം മേലേ നിൽക്കുന്നു ആത്മാവ്. നമ്മുടെ ദേഹവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിൽ നിന്നെല്ലാം മേലേ നിൽക്കുന്നതാണ്. എന്നുവെച്ചാൽ മേലെ പൊക്കത്തിലല്ല. നമ്മുടെ ഈ പറഞ്ഞ ആത്മാവ് മനസ്സ്, ഇന്ദ്രിയങ്ങൾ, പിന്നെ പ്രാണൻ, ബുദ്ധി, അഹങ്കാരം, ഇതിൽ നിന്നെല്ലാം മേലെ, ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ മുകളിലേക്കെന്നല്ല. കാരണം ഇതുമായിട്ട് യാതൊരു ഈ ദേഹമായിട്ടൊരു ബന്ധമില്ല ഈ ആത്മാവിന്. അതുകൊണ്ട് മാനസാദികളും ഇങ്ങനെയുള്ള അഹങ്കാരവും ബുദ്ധികളും ഇവറ്റിൽ നിന്നെല്ലാം മേലെ മാനമില്ലാതെ പരമാത്മാവ് താനേ വേറെ നിൽപ്പിതു. അപ്പം ഈ പരമാത്മാവിന് എന്താണ്? മാനമില്ല. അതല്ലേ യഥാർത്ഥമായൊരു ജ്ഞാനി. അജ്ഞാനങ്ങളെല്ലാം മാറി വരുമ്പോൾ യാതൊരു മാനാപമാനങ്ങൾ, ആരോട് എന്ത് വേണമെങ്കിലും പറയാനൊക്കെ അവർക്കൊരു അജ്ഞാനമില്ല, അവർക്ക് അങ്ങനെ ഒരു മാനമേ ഇല്ല. സ്വന്തം മക്കളെ തന്നെ ആരെങ്കിലുമൊക്കെ വല്ലതും പറഞ്ഞാലും ഒന്നും അതിനൊക്കെ ഒരു കുറച്ചിൽ തോന്നിയില്ല. അതേസമയം സാധാരണ ജനങ്ങൾ അങ്ങനെയാണോ? ആരുടെയെങ്കിലും മക്കളെയോ ആരെയും വല്ലതും പറയാൻ ഒക്കുമോ? നടക്കുന്ന കാര്യമാണോ? പക്ഷേ ഇങ്ങനെ ഒരു മനസ്സ് ഇത്രയെല്ലാം ഈശ്വരനിലേക്ക് ലയിക്കുന്ന ഒരു വ്യക്തി, സമത്വമായി മനസ്സെല്ലാം ഏകാഗ്രമായി ഈശ്വരനെ തന്നെ ലയിക്കുന്നൊരു വിദ്വാനാണെങ്കിലോ മാനാപമാനങ്ങളില്ല. എന്താ കാരണം? ഭഗവാന് പരമാത്മാവിന് മാനാപമാനങ്ങളില്ല. മാനമില്ലാതെ പരമാത്മാവ് താനേ വേറെ നിൽപ്പിതു. ചിതാത്മാവ് ശുദ്ധം അവ്യക്തം ബുദ്ധം. ഇത് അങ്ങനെ താനെ വേറായി നിൽക്കുക, ഈ ശരീരമായിട്ട് നിൽക്കല്ല, അതിനകത്തുണ്ട്. പക്ഷേ ഇത് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് അങ്ങനെ നിൽക്കുന്ന ചിതാത്മാവ് അത് ശുദ്ധമാണ്, അത് അവ്യക്തമാണ്, അത് വ്യക്തമില്ല. കാരണം നമുക്ക് യാതൊന്നും കൊണ്ടും അങ്ങനെ കാണാൻ പറ്റത്തില്ല. അതിൽ ഞാൻ പറയാം, അറിവാണ്. അറിയുമ്പോഴാണ് അതിനെ അറിഞ്ഞ് രുചിച്ചറിയുന്നത്. അതാണ് അത് അവ്യക്തമാണ്, അതിന് വ്യക്തതയില്ല, അത് ബുദ്ധമാണ്. തൽപാദാത്മാ ഞാനിഹ ത്വൽ പദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴിപോലെ കണ്ടറിഞ്ഞിടാം. അപ്പോൾ എന്തർത്ഥമാണ് അതിലുള്ളത്? തൽപാദാത്മാ, ഇങ്ങിരിക്കുന്ന പരമാത്മാവിനെ ജ്ഞാനിഹ. എന്താ ജ്ഞാനിഹ? ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന ശ്രീരാമനാണല്ലോ ഇദ്ദേഹത്തിന് ഈ ലക്ഷ്മണൻ പറയുന്നത്. അങ്ങനെയുള്ള ജ്ഞാനിഹ ഇവിടെ ത്വൽ പദാർത്ഥവുമായി ജ്ഞാനം കൊണ്ട് എന്നെ, പരമാത്മാവിലിരിക്കുന്ന ആ ശ്രീരാമനിലിരിക്കുന്ന പരമാത്മാവിനെ എന്തുകൊണ്ടറിയാം? ജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ട് മാത്രമേ അറിയാൻ പറ്റൂ. അങ്ങനെ ജ്ഞാനം കൊണ്ട് എന്നെ വഴിപോലെ കണ്ടറിഞ്ഞിടാം. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അറിഞ്ഞെങ്കിൽ, അറിവ് നേടാതെ പിന്നെ അവ്യക്തമായിരിക്കുന്ന, വ്യക്തമില്ലാത്ത, കാണാൻ പറ്റാത്ത ആ ഒന്നിനെ, ആ പരമാത്മാവിനെ, വേറെയായി നിൽക്കുന്ന, ദേഹമായിട്ട് യാതൊരു ബന്ധമില്ലാതെ നിൽക്കുന്ന ആ ആത്മാവിനെ നമുക്ക് ജ്ഞാനം കൊണ്ട് മാത്രമേ അതിനറിയാൻ പറ്റൂ. അല്ല കണ്ണുകൊണ്ടൊന്ന് നോക്കി പിടിച്ച് ധ്യാനിച്ചിരുന്ന് കാണുന്നതൊന്നുമല്ല. അത് നമുക്ക് കാണാം, പ്രകാശം. അവിടെയും രൂപം നമ്മൾ അങ്ങനെ ധ്യാനിക്കുമ്പോൾ നമുക്ക് ഈശ്വര, ഭഗവാനെ, കൃഷ്ണ, എനിക്ക് അത് താഴെ ഉള്ളവരാണ്. യഥാർത്ഥത്തിൽ അവിടെ എല്ലാം കഴിഞ്ഞു പോകുന്നത് പിന്നെ രൂപമില്ലല്ലോ. കാരണം നമുക്ക് ആദ്യത്തെ പടിയാണല്ലോ കൃഷ്ണൻ്റെയൊക്കെ രൂപം വെച്ച് പ്രാർത്ഥിക്കുന്നത്. യഥാർത്ഥത്തിൽ പരമാത്മാവ് അവ്യക്തമല്ലേ, വ്യക്തമില്ലാത്തതാ. ഈശ്വരന് രൂപമില്ല. പിന്നെ ഇവിടെ അവതരിച്ചതുകൊണ്ടാണല്ലോ രൂപം എടുത്തേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൃഷ്ണ കൃഷ്ണ എന്ന് പ്രാർത്ഥിക്കും, ഭഗവാനെ നമുക്ക് പ്രത്യക്ഷമായി കാണാം. അങ്ങനെ ഒരു കുട്ടി കിടന്ന് അമ്മയും എന്ന് കരയുമ്പോൾ എത്ര ആയാലും അമ്മ കൊടുക്കുമല്ലോ. അതുപോലെ നമുക്ക് അറിവില്ലായ്മ കൊണ്ടാണല്ലോ ആദ്യ പടി. അപ്പോൾ നമുക്ക് കൃഷ്ണൻ്റെ രൂപമൊക്കെ നമുക്ക് കാണിച്ചു തരും, അല്ലെങ്കിൽ മറ്റൊരു രൂപം കാണിച്ചു തരും. എങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്കുന്നത് അതുപോലെ ദേവിയാണോ അമ്മയാണോ അമ്മയായിട്ട് കാണും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അതൊക്കെ മേലെ നമ്മൾ മുമ്പോട്ട് വീണ്ടും യാത്ര ചെയ്യുക. അപ്പോഴാണ് അറിഞ്ഞ് വരുമ്പോഴാണ് പരമാത്മാവ് ആനന്ദമാകുന്നു. ആ അറിവ് അറിഞ്ഞു വരുമ്പോഴാണ് ആ ഒരു ഒരു പരമാനന്ദ നിർവൃതി അടയും. അത് നമ്മൾ അറിയുന്നതാണ്, അനുഭവിച്ചറിയുന്നതാണ്.
അതുകൊണ്ട് അതാണ് പറയുന്നത്, ജ്ഞാനിക ത്വൽ പദാർത്ഥവുമായി ജ്ഞാനം കൊണ്ട് എന്നെ വഴിപോലെ കണ്ടറിഞ്ഞിടാം. നമ്മൾ പോകെ ഇത് അറിഞ്ഞറിഞ്ഞ് വരും. ആദ്യത്തെ ചുവടൊക്കെയാണ് നമ്മളിങ്ങനെ ദർശനങ്ങളൊക്കെ ഒക്കെ കാണുന്നത്. പിന്നെ അത് കഴിയുമ്പോൾ നമുക്കറിയാം ഭഗവാൻ അറിഞ്ഞു വരുമ്പോഴല്ലേ അറിയത്തുള്ളൂ. അതിനു മുമ്പ് നമുക്കറിയാം ഈശ്വരൻ പരമാത്മാവാണ്, അത് അവ്യക്തമാണ്, വ്യക്തമില്ലാത്തതാണെന്നൊക്കെ നമ്മൾ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നതുവരെ നമുക്ക് അറിയത്തില്ല. അയ്യോ ഈശ്വരൻ്റെ രൂപമുണ്ട്, ഈശ്വരൻ കൃഷ്ണനാണ്, അത് കൃഷ്ണൻ്റെ രൂപമാണെന്നൊക്കെ ചിന്തിച്ചിരിക്കും. അപ്പോൾ ആ കൊച്ചിന് ഒന്നും അറിയില്ല, അത് നിഷ്കളങ്കമായി കിടന്ന് കരയുന്ന കണ്ടില്ലേ ഭഗവാൻ ചിന്തിക്കും. അപ്പോൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കൃഷ്ണൻ്റെ രൂപത്തെ നമ്മളെ കാണിക്കും. നമ്മുടെ അത്രമാത്രം നിഷ്കളങ്കമായ ഒരു കുഞ്ഞിൻ്റെ ഹൃദയം ആകുന്നതുകൊണ്ടാണ്. പിന്നെ അത് പോകെ നമ്മൾ വളർന്ന് വരും. എങ്ങനെയാ ജ്ഞാനം വന്ന് ജ്ഞാനത്തിന് അറിവ് വർദ്ധിച്ചു വരുമ്പോൾ പിന്നെ നമുക്ക് കണ്ടത് പിന്നെ കാണണമെന്നേ നമുക്കില്ല. ആ കണ്ട രൂപങ്ങളൊന്നും പിന്നെ പ്രത്യക്ഷമാണെന്ന് എനിക്ക് പിന്നില്ല, ആഗ്രഹമില്ല. ഞാൻ അനുഭവിക്കുക, ഇപ്പം ആനന്ദം അനുഭവിക്കുക. കാരണം നമ്മൾ പോകെ പിന്നെ അങ്ങനെ അങ്ങ് ആവുക. അത് പിന്നെ അവിടുത്തെ പിന്നെ നമുക്ക് ഇതിലേക്ക് കാണണം. പിന്നെ നമുക്ക് എങ്ങനെയാ ലോകം മൊത്തം എന്തെല്ലാം ഉണ്ടോ ഒക്കെ നമുക്ക് ധ്യാനിക്കുമ്പോൾ ധ്യാനം ഉണ്ടെങ്കിൽ നമുക്ക് കാണുകയും ചെയ്യാം. എന്താ കാണാം? ഈ ലോകത്തുള്ള ഇപ്പം ഗുരുവായൂർ അമ്പലം കാണണോ, അത് നമ്മൾ വിചാരിക്കാതെ തന്നെ കണ്ടുകൊണ്ടിരിക്കും. പല രീതികളിൽ നമുക്ക് കാണാം, എന്ത് വേണേലും കാണാം. അങ്ങനെ നോക്കി നമ്മൾ ഇരിക്കുകയും ചെയ്ത് കഴിഞ്ഞിരുമ്പം പിന്നെ എന്ത് വരുമെന്നറിയാമോ? നമ്മൾ രാത്രിയിലൊക്കെ കിടക്കുമ്പോഴും കണ്ണടയ്ക്കുമ്പോൾ ഇതൊക്കെ തന്നെ അതിൻ്റെ ബാക്കി കണ്ടുകൊണ്ടേയിരിക്കും. വിചാരിക്കുകയേ വേണ്ട, കണ്ടുകൊണ്ടിരിക്കും. പ്രകാശങ്ങളും എല്ലാം കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് പോകെ വളർന്ന് വരുമ്പോൾ അറിഞ്ഞ് വരുമ്പോൾ നമുക്കറിയാം വഴിപോലെ കണ്ടറിയാൻ എന്ത് വേണം? തൽപാദാത്മാ ജ്ഞാനിക ത്വൽ പദാർത്ഥവുമായി ജ്ഞാനം കൊണ്ട് ഈ പദാർത്ഥം എന്താ? പരബ്രഹ്മ വസ്തുവായിരിക്കുന്ന പരബ്രഹ്മം ആണ്. ശ്രീരാമൻ്റെ ശരീരമല്ല, ആ പദാർത്ഥത്തെ, ആ നിഷ്കള വസ്തു പരബ്രഹ്മത്തെ ജ്ഞാനം കൊണ്ട് അറിവ് കൊണ്ട് എന്നെ പരമാത്മാവിനെ, ശ്രീരാമനെ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയല്ല, ശ്രീരാമനെ രൂപമെടുത്തെന്നല്ലേ ഉള്ളൂ. പക്ഷെ അതിലിരിക്കുന്ന ആ ജ്ഞാനിനെ, ആ പരമാർത്ഥത്തെ, അതായത് ആ പൊരുളെന്ന് വെച്ചാൽ ആ പരബ്രഹ്മ വസ്തുവിനെ, അതാണ് ഈ ശരീരമെടുത്ത് വന്നേക്കുന്നത്. അതിനെ വഴിപോലെ കണ്ടറിഞ്ഞിടാം. അപ്പോൾ ജ്ഞാനമാകുന്നത് എന്നെ കാട്ടുന്ന വസ്തു തന്നെ ജ്ഞാനം. അപ്പോൾ ഇത് മൊത്തം അറിയുന്നതാണ്. ഈ ഭാഗവതവും രാമായണവും എല്ലാം അറിവിൻ്റെ മൂർധൻ അത്രമാത്രമാണ്. ഇത് അറിഞ്ഞറിഞ്ഞ് വരുമ്പോൾ ജ്ഞാനം, ആ ജ്ഞാനമുണ്ടാകും. അപ്പോൾ ജ്ഞാനമാകുന്നത് എന്നെ പരമാത്മാവിനെ കാണിച്ചു തരുന്ന വസ്തു തന്നെ. എങ്ങനെ കാണിച്ചു തരുന്നേ? അനുഭവത്തിൽ കൂടെ അറിയുന്നതാ. അതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ അറിവ് കൊണ്ട് മാത്രമേ അത് കിട്ടുകയുള്ളൂ. അറിവും വേണം, അത്രത്തോളം പ്രാർത്ഥനയും ലഹരി പിടിച്ചൊരു പ്രാർത്ഥന, നാമജപങ്ങൾ വേണം. എപ്പോഴും നാമങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതെന്തിനെന്നറിയുമ്പോൾ നമുക്ക് നിറഞ്ഞ് വരാൻ, നമ്മുടെ ഹൃദയവും ഉള്ളം അത്രയും നിറഞ്ഞ് കവിഞ്ഞ് വരുന്ന ഒരു അനുഭൂതി ഉണ്ടാകണം. അത് നമ്മൾ നാമം ജപിച്ച് വരുമ്പോഴാണ് അങ്ങനെ കിട്ടുന്നത്. ഇഷ്ടംപോലെ നാമം ചൊല്ലുമായിരുന്നു ഞാൻ. ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ട് തന്നെ. ഞാൻ ഇത് എന്ന അറിവിന് എന്നിലിരിക്കുന്ന ഞാനുണ്ട്. ഈ ദേഹത്തിലൊരു ഞാനുണ്ട്, പരമാത്മാവ്. അതിനെ അറിയണം. അതാണ് ഞാൻ ഇത് എന്ന അറിവിന് സാധനമാകയാൽ എന്താണ്? ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ട് തന്നെ. വിജ്ഞാനം വരുമ്പോൾ ജ്ഞാനം ഉണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ട് തന്നെ. അതെന്താണ്? ഞാൻ ഇതെന്നറിയുന്നത്. ഞാനെന്ന് പറയുന്നത് ആരാണ് എന്ന അറിവിന് സാധനം ആകയാൽ അതറിയണമെങ്കിൽ നമ്മൾ അറിവുണ്ടാകണം. അതാണ് ഇതിൽ പറയുന്നത്. സർവത്ര പരിപൂർണനാത്മാവ് ചിദാനന്ദൻ. സർവത്ര പരിപൂർണ ആത്മാവാണ് ഭഗവാൻ, പൂർണ്ണനാണ്. അങ്ങനെയുള്ള പരമാത്മാവ് ചിദാനന്ദൻ സർവസത്വ അന്തർഗത പരിച്ഛേദ്യനല്ലോ. സർവസത്വം നമ്മളെ പോലുള്ള സർവത്തിനും എല്ലാത്തിലും അന്തര്യാമിയായി, എല്ലാത്തിലും അന്തർഗത പരിച്ഛേദ്യനല്ലോ. എന്നാലോ ഇത് ഒട്ടിയിരിക്കുന്നതല്ല. സർവത്തിലും അന്തര്യാമിയായി നമ്മുടെ ഉള്ളിലുണ്ട്, പുറത്തുണ്ട്, എല്ലായിടവും ഉണ്ട്. പക്ഷേ ഇത് യാതൊന്നുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ സത്വ സർവ്വ ജീവജാലങ്ങളിലെ സത്വങ്ങൾ എല്ലാം ഇവിടെ എന്തെല്ലാം ജീവജാലങ്ങളുണ്ട് അതിലെല്ലാം സർവസത്വ അന്തർഗത, എല്ലാത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന പരിച്ഛേദ്യനല്ലോ. ഏകൻ അദ്വയൻ. ഇത് ഒരേ ഒരു വസ്തുവാണ്. അത് ഏകനായിരുന്ന ആ ഒരു പരബ്രഹ്മമൂർത്തി ഏകനാണ്. എല്ലാവരിലും ഉണ്ട് താനും. ഒന്നേ ഉള്ളു ലോകം നിറഞ്ഞിരിക്കുന്ന ഒരേ ഒരു വസ്തു, ആ പരബ്രഹ്മ, നിഷ്കള പരബ്രഹ്മ വസ്തു. അതിനെയാണ് ചിദാനന്ദനെന്നും ജഗന്മയനെന്നും ഒക്കെ പറയുന്നത്. എല്ലാം പറയുന്ന ആ ഭഗവാനെ തന്നെയാണ്, ആ ഏകനെ തന്നെയാണ്. അത് ഏകനദ്വയൻ
പരനവ്യയൻ, ഈ പരത്തിനെല്ലാം അവ്യയൻ, പിന്നെ ജഗന്മയൻ, ജഗത്തിൻ്റെ എല്ലാം നാഥൻ, യോഗേശൻ അജൻ, അഖിലാധാരൻ നിരാധാരൻ. യോഗേശനാണ്, അത് അജനാണ്, അതോ അഖിലത്തിനും ആധാരനാണെന്നാൽ നിരാധാരനാണ്. നിത്യസത്യജ്ഞാനാദിലക്ഷണൻ ബ്രഹ്മാത്മകൻ, അത് നിത്യമായിട്ടുള്ളതാണ്, സത്യവുമാണ്. അത് ജ്ഞാനാദിലക്ഷണൻ, ഈ ജ്ഞാനങ്ങളെല്ലാം അറിയുന്ന ഒരു ലക്ഷണൻ, എല്ലാവർക്കും അറിവിനെ കൊടുക്കുന്ന ആ ലക്ഷണനാണ്. നിത്യ സത്യജ്ഞാനാദിലക്ഷണൻ ബ്രഹ്മാത്മകൻ, ബുദ്ധി ഉപാധികളിൽ വേറിട്ടവൻ മായാമയൻ. ബുദ്ധി ഉപാധികളിൽ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്ത് ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, പിന്നെ അഹങ്കാരം, ഇതിൽ നിന്നല്ല ഉപാധികൾ, ഈ ഉപാധി ദേഹത്തിൽ ഇതെല്ലാം ഉണ്ട്, അതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന മായാമയൻ. ഇതിലൊന്നും ബന്ധമില്ലാതെ നിൽക്കുന്ന സംഘമില്ലാതെ നിൽക്കുന്ന മായാമയനാണ് ഈ നിഷ്കള പരബ്രഹ്മ വസ്തു, പരമാത്മാവെന്നും പറയാം. എല്ലാം ഇതിനെ തന്നെയാണ് പറയുന്നത്. ബ്രഹ്മമെന്നും പരമാത്മാവെന്നും പരബ്രഹ്മമെന്നും പിന്നെ ഓങ്കാരമെന്നും എല്ലാം, യഹോവ എന്ന് പറയാം, അള്ളാഹു എന്ന് പറയാം, ഓം എന്ന് പറയും. ഇതൊക്കെ ഈ പരമാത്മാവിനെ തന്നെയാണ് നിഷ്കളനെന്നും നിരാമയനെന്നും ജഗന്മയനെന്നും നിഷ്കള പരബ്രഹ്മ വസ്തുവെന്നും ഇതൊക്കെ പറയുന്നില്ല. ഈ ഒരേ ഒരു ഏകനെ തന്നെ, ഒരേ ഒരു വസ്തുവിനെ തന്നെ. വസ്തു വെച്ചാൽ എന്താണ്? പരബ്രഹ്മ വസ്തു, നിഷ്കള പരബ്രഹ്മം. അതിനെ തന്നെയാണ്. അത് ബുദ്ധി ഉപാധികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ്. ജ്ഞാനം കൊണ്ട് ഉപഗമ്യൻ, ജ്ഞാനത്തിനും അതീതം എന്ന് പറയുന്നത്, അതായത് അറിവിലും ഏറി അറിഞ്ഞെന്നൊക്കെ നമ്മൾ ഗുരുദേവൻ്റെ ഒരു നാമത്തിലുണ്ട്. അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ. അപ്പോൾ സാധാരണ അറിവൊന്നുമല്ല, അത് ഉപഗമ്യനാണ്. ജ്ഞാനം കൊണ്ട് ഉപഗമ്യം വെച്ചാൽ സാധാരണ അറിവൊന്നുമല്ല, അതിലൊക്കെ മേലെ മേലെ മേലെ, അതിനപ്പുറത്ത് ഒന്നുമില്ല. അതാണ് പരമാത്മാവ്. അത് യോഗിനാം ഏകാത്മാനം, ജ്ഞാനം ആചാര്യ ശാസ്ത്രഘോ ഉപദേശ ഐക്യജ്ഞാനം. കാരണം ഇത് ഗുരുവാണ്, ആചാര്യനാണ്. എന്തിൻ്റെ ഗുരു? ജ്ഞാനങ്ങൾ, ശാസ്ത്രങ്ങൾ ഇതൊക്കെ പഠിപ്പിച്ചു തരുന്ന പരമ ആചാര്യനാണ്. ഈ പരമാത്മാവായ ശ്രീരാമനിൽ കൂടെയും ശ്രീകൃഷ്ണനിൽ കൂടെയും ഈ പരബ്രഹ്മമല്ലേ നമുക്ക് ഉപദേശം തന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ആചാര്യൻ. ഇത് ഈ യോഗിയാണ്, അത് എല്ലാവർക്കും ആചാര്യനാണ്. അത് ജ്ഞാനത്തിനും ശാസ്ത്രമൊക്കെ, എല്ലാ ശാസ്ത്രങ്ങൾക്കും എല്ലാം ഒരു ഗുരുവായിരുന്നുകൊണ്ട് എന്ത് നമുക്ക് പ്രാപിക്കാൻ പറ്റും? ആത്മൈക്യം, അതായത് അദ്വൈത ജ്ഞാനം, അതായത് ഏകാത്മാവെന്നുള്ള അദ്വൈതം. ദ്വൈതം രണ്ടെന്നല്ല, യഥാർത്ഥത്തിൽ രണ്ടാണോ അതുമല്ല ഒന്നാണോ അങ്ങനെയും പറയും. കാരണം പരമാത്മാവ് ഒന്നായ നിന്നെ രണ്ടെന്ന് കണ്ടില്ലേ, അതുകൊണ്ട് ഒന്നുമല്ല രണ്ടുമല്ല എന്നൊരവസ്ഥയുണ്ട്. എന്നാലോ ഇത് നമുക്ക് പറയുമ്പോൾ അദ്വൈത ജ്ഞാനം, അത് നമ്മളാവണം. എല്ലാം ഏകമായുള്ള ജ്ഞാനം നമ്മൾ അറിയണം. അതാണ്, അതിനെ അറിയിക്കുന്നത് ആരാ? ഗുരുവാണ്. ഇത് ശ്രീരാമ ഭഗവാനും ശ്രീകൃഷ്ണനും ഒക്കെ ഇവിടെ ഗുരുവായി വന്നു. അത് എല്ലാം നമ്മളെ പഠിപ്പിക്കാൻ. ആരെ പഠിപ്പിച്ചു വന്ന്? അർജുനനെയും പിന്നെയോ അക്രൂരൻ, ഉദ്ധവർ, ഇങ്ങനെ കുറേ പേരൊക്കെ പഠിപ്പിച്ചു. നമ്മൾ ഇന്ന് അതൊക്കെ തന്നെയാണ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജ്ഞാനം ആചാര ശാസ്ത്രൗഘോ ഉപദേശ ഐക്യജ്ഞാനം, അതായത് അദ്വൈത ജ്ഞാനമൊക്കെ പറഞ്ഞു തരുന്ന പരമാത്മാവാണ്, ഗുരുവാണ്. ആത്മനോരേവം ജീവപരയോർ മൂലവിദ്യ, ആത്മന് കാര്യകാരണങ്ങളും കൂടി ചേർന്ന് ലയിച്ചിടുമ്പോഴുള്ളൊരവസ്ഥയല്ലോ മുക്തി. അപ്പോൾ എന്താ പറയുക? ആത്മനോരേവം, അതായത് നമ്മുടെ ഉള്ളിൽ പരമാത്മാവും ജീവാത്മാവും എന്ന് പറഞ്ഞാൽ പരാശക്തി, അമ്മ മഹാമായ രണ്ടവസ്ഥയാണ്. ഒന്ന് അവിദ്യയും ഒന്ന് വിദ്യയും. അപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ജനിച്ചു വന്നാൽ നമ്മൾ അറിവില്ലായ്മയാണല്ലോ. വരുമ്പോഴേ ആർക്കെങ്കിലും അറിവുണ്ടോ? പിന്നെ പോകെയല്ലേ നമുക്ക് അറിവുണ്ടായി വരുന്നത്. ഈ ലൗകികമായ അറിവായാലും ആത്മീയമായ അറിവായാലും നമ്മൾ നേടുമ്പോഴല്ലേ ഇത് കിട്ടുന്നത്, വെറുതെ വരത്തില്ലല്ലോ. പിന്നെ നമുക്ക് വാസനകൾ ഇങ്ങനെ കിടക്കും. കഴിഞ്ഞ ജന്മത്തെ വാസന കൊണ്ട് ഒരു ഏകദേശ രൂപമൊക്കെ നമുക്ക് ഉള്ളിൽ കാണും. കുറച്ചുകൂടെ ഞാൻ കിട്ടുമ്പോൾ അത് ഓക്കെ ആവും, എല്ലാം അങ്ങനത്തെ കിട്ടും. അതിന് അല്ലാതെ വലിയ ബുദ്ധിമുട്ട് വരത്തില്ല നമുക്ക് മനസ്സിലാക്കാൻ. എന്താ വെച്ചാൽ കഴിഞ്ഞ ജന്മങ്ങളിൽ കുറേ കിട്ടിയതിൻ്റെ ഉള്ളിലൊരു വാസന നമുക്ക് കിടക്കും. അല്പം ഒന്ന് ഇട്ട് തന്നാൽ മതി, പിന്നെ നമ്മളങ്ങ് എടുത്തോളും. അതാണ് ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് പറയുന്നത്. ചിലർ യുക്തി കൊണ്ട് മനസ്സിലാക്കുന്നവരുണ്ട്. അതൊക്കെ ഇതാ കാരണം. നമ്മൾ ഇപ്പം തന്നെ അവിടെ ജനിച്ചത് കാരണം കൊണ്ടാണ്. എന്ത് കാരണമാണ്? കഴിഞ്ഞ ജന്മത്തെ വാസനയാണ് കാരണം. ആ കാര്യം കൊണ്ടാണ്. കാര്യവും കാരണവും അല്ലാതെ ഒരു കാര്യമില്ല. അപ്പം നമുക്ക് ഇവിടെ ഈ പ്രപഞ്ചത്തിൽ ഒരു കാര്യമാണ് ഒരു കാരണം ഉണ്ടാകുന്നത്. ഒരു കാരണം കൂടാതെ ഒരു കാര്യം ഉണ്ടാവില്ല. ഇത് കാര്യവും കാരണവുമാണ് ഇവിടെ ലോകം മൊത്തം നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആത്മനോരേവം ജീവപരയോർ മൂലവിദ്യ, ആത്മനെ കാര്യകാരണങ്ങളും കൂടി ചേർന്ന്. അപ്പോൾ ഈ കാര്യവും കാരണം കൂടെ കൂടി ചേർന്ന് അതിൻ്റെ ഉദ്ദേശം എന്താ? ഞാനിപ്പോൾ ഇത് പറഞ്ഞു തരുന്നതിന് കാരണമുണ്ട്.
ഞാനിത് ഈ ഗ്രന്ഥങ്ങളെടുത്ത് മക്കൾക്ക് വേണ്ടി തരാനും ഞാൻ വെറുതെ എത്രയോ ജനങ്ങൾ ഇവിടെ ലോകത്തുണ്ട്, എല്ലാവർക്കും നോക്കുന്നില്ലല്ലോ. കുറച്ച് പേർക്കൊക്കെ അല്ലേ ബുക്ക്, കാരണം അതിനൊരു കാരണം ഉള്ളതുകൊണ്ടാണ് കൂട്ടിക്കോ. ആ കാരണം എന്താണ്? കഴിഞ്ഞ ജന്മത്തെ വാസനയാണ് അതിൻ്റെ കാര്യം. അപ്പം കാര്യവും കാരണമായി. കഴിഞ്ഞ ജന്മം ഞാൻ എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഈ ജന്മം അതെടുത്തല്ലേ പറ്റൂ കർമ്മം. അപ്പം കഴിഞ്ഞ ജന്മത്തെ വാസന കൊണ്ട് ഈ ജന്മം ഇതെടുത്തു. അപ്പോൾ കഴിഞ്ഞ ജന്മത്തെ കാര്യം കൊണ്ടാണ് അതൊരു കാര്യം. അതാണ് ഇപ്പോഴത്തെ കാരണം, ഇത് കാരണമായത്. ഇതാണ് കാര്യവും കാരണവുമാണ് ഈ ലോകം മൊത്തം നിറഞ്ഞിരിക്കുന്നത്. നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങളായിട്ടാണ് ഇവിടെ കാരണം കൊണ്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രപഞ്ചം മൊത്തവും കാര്യമില്ലാതെ കാരണം ഉണ്ടാവത്തില്ല, കാരണം കൂടാതെ ഒരു കാര്യം ഉണ്ടാവത്തില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ആത്മനി കാര്യ കാരണങ്ങളും കൂടി ചേർന്ന് ഇത് രണ്ടും ചേരണം. അപ്പം ഞാനിപ്പോൾ ഇത് രണ്ടും ചേർന്നിരിക്കുന്നത് എന്തെന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ ജന്മത്തെ വാസന കൊണ്ട് ഞാൻ ഈ ജന്മം 71 വയസ്സ് കഴിഞ്ഞു, 71.25 വയസ്സ് കഴിഞ്ഞു. പക്ഷെ ഞാൻ അത് കാരണമായി, ഇത് കാരണം ഇതെടുത്തു. അപ്പോൾ രണ്ടുകൂടെ കൂടി ചേർന്നില്ലേ? അന്നത്തെ കാര്യം കൊണ്ട് ഇന്നെടുത്തപ്പോൾ രണ്ടുകൂടെ കൂടി ഒന്നായില്ലേ? കഴിഞ്ഞ ജന്മത്തിൻ്റെ ബാലൻസ് ഇതാണ് എന്ന് എനിക്ക് തന്നെ ബോധ്യമായി. അതുകൊണ്ട് ഇത് രണ്ടും ചേർന്ന് വന്ന് കൂടി ചേർന്ന് കൂടി ചേർന്നിട്ട് എന്ത് വരും? അങ്ങനെ കൂടി ചേർന്ന് ലയിച്ചിടുമ്പോഴുള്ള ഒരവസ്ഥയാണ് മുക്തി. ഇതൊരു ഉദാഹരണം. അപ്പോൾ ഇനി മുക്തി വരുന്നതിന് എന്താ മാർഗം? അത് ഞാൻ പറയാം. കഴിഞ്ഞ ജന്മത്തിൽ എനിക്ക് വാസന ഉണ്ടായിരുന്നെന്ന് കൂട്ടിക്കോ. കാരണം എല്ലാത്തിൽ നിന്നും മുക്തി നേടാൻ, ഈ ലോക ചിന്തയിൽ നിന്നെല്ലാം എന്താ പറയുക, അതിന് നിഗ്രഹിക്കാൻ, ഈ ലോകത്തിലുള്ള സർവ്വ ഇന്ദ്രിയങ്ങൾക്കുള്ള കാര്യങ്ങളൊന്നും ഞാൻ എല്ലാത്തിനും മുക്തനായി ഇരിക്കുന്നു. കാരണം എന്താ? അത് കഴിഞ്ഞ ജന്മത്തെ വാസനകാരൻ. അതുകൊണ്ട് ഇപ്പം എനിക്ക് പരമാത്മാവിൽ ലയിക്കാൻ പറ്റുന്നു. അപ്പോഴെന്തൊരു മുക്തിയായില്ലേ? കാരണം ഈ ലോക വാസന നമ്മളിൽ ഉള്ളിൽ നിന്ന് പോകണം. അതിന് ഞാൻ കഴിഞ്ഞ ജന്മത്തെ വാസന എടുത്തുകൊണ്ട് വന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഞാൻ അറിയാതെ തന്നെ ഓരോന്നും ഞാൻ നിഗ്രഹിച്ചു തുടങ്ങി. ഞാൻ ഒന്നും ബലം പ്രയോഗിച്ചല്ല ചെയ്ത് എല്ലാം വന്നു ചേരുന്നതാണ്. കാരണം എന്താണ്? കഴിഞ്ഞ ജന്മത്തെ ഒരു കാര്യം കൊണ്ടാകും. എന്ത് കാര്യം? കഴിഞ്ഞ ജന്മം നമ്മൾ ഇതിനു വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാത്തിനും മുക്തനാവാനും ലയിക്കാനും ഇതെല്ലാം വിടുതൽ നേടാനും, ഈ ലോക ചിന്തയിൽ നിന്ന് വിടുതൽ നേടണം, ഏകമായി പരമാത്മ തന്നെ അറിഞ്ഞ് അമരത്വം നേടണം. ഇതിനു വേണ്ടി കഴിഞ്ഞ ജന്മം ഞാൻ അതിൻ്റെ വേല ചെയ്ത് വച്ചു. അപ്പോൾ ആ വേല ഒരു കാര്യം, അന്നത്തെ ഒരു കാര്യം ചെയ്തു വെച്ചു, അത് വാസന. അത് ഈ ജന്മം ജനിച്ചു വന്നപ്പോൾ എനിക്ക് ലയിക്കണം, മുക്തനാവണം. അതാണ് എൻ്റെ ചിന്ത. അതാണ് കാരണം അത് എൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അന്നത്തെ ഒരു കാര്യം കൊണ്ട് ഞാൻ ഇന്ന് ആ കാരണം എടുത്തു. എന്ത് കാരണം? ഇതൊക്കെ മനസ്സിലാക്കി മറ്റെല്ലാം ത്യജിച്ച്, എന്ന് വെച്ചാൽ ഇത് ഭഗവാന് വേണ്ടി ചെയ്യുന്ന എൻ്റെ ഉള്ളിലൊരു വേദന വന്നാൽ എനിക്കത് ആഗ്രഹമല്ലത്, എൻ്റെ ഉള്ളിൻ്റെ വേദന പോലുള്ളൊരാഗ്രഹം. അതെന്താണെന്ന് തേടിപ്പിടിച്ചെടുത്തതാണ് ഇത്. ഞാൻ അറിഞ്ഞൊന്നും വന്നതല്ല ഇത്. എനിക്ക് ഇത് ചെയ്യണമെന്ന് അറിഞ്ഞും കൂടാ. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിഭയങ്കരമായ വേദന ഉണ്ടായിരുന്നു. ഇതെടുത്തപ്പോൾ ആ വേദന മാറി. അപ്പോൾ മനസ്സിലാക്കണം, ഇത് കർമ്മം ഭഗവാൻ ഇതെനിക്ക് എൻ്റെ കർമ്മം ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും ഇത് എടുത്തതെന്ന്. അതൊരു ആഗ്രഹമായിട്ട് എടുത്ത്, അത് എനിക്ക് അങ്ങനെ ആഗ്രഹമായിട്ട് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷേ എന്തെങ്കിലും ഉള്ളത് കൊടുത്തിട്ട് പോകണം എന്നൊരു ചിന്ത മാത്രമാണ്. അത് ഒരാൾക്കെങ്കിലും, കാരണം നശിച്ചു പോകാൻ ഇഷ്ടമല്ല. എന്തും ഒരാൾ കൊടുക്കുമ്പോൾ ഒരു തൃപ്തികരമാണല്ലോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ആത്മനി കാര്യകാരണങ്ങളും കൂടിച്ച, അപ്പോൾ എൻ്റെ ഒരു കഴിഞ്ഞ ജന്മത്തെ ഒരു കാര്യം കൊണ്ട് ഇപ്പം ഈ കാരണം കൊണ്ട് രണ്ടും കൂടെ ഒത്തുചേർന്ന് ലയിച്ചു. അപ്പോൾ എനിക്ക് എന്ത് വരും? അമരത്വം നേടാൻ പറ്റുമെങ്കിൽ പറ്റണം, ലയിക്കണം. എങ്ങനെ ലയിക്കണം? നമ്മൾ പരമാത്മാവിൽ ലയിക്കുന്നത് തന്നെയാണ് മുക്തി, മോക്ഷം. അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറ്റുമെങ്കിൽ അത് തന്നെയാണ്. അത് മരിച്ചാൽ പിന്നെ അത് തന്നെ. അപ്പം മരിക്കുമ്പോൾ കിട്ടുന്നതല്ല, അത് നമ്മൾ ഇപ്പം തന്നെ നേടിയെടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കാര്യകാരണങ്ങളും കൂടി ചേരണം, ഒന്നാവണം. അത് പരമാത്മാവും അമ്മ മഹാമായയും പരാശക്തി, ജീവാത്മാവും പരമാത്മാവും കൂടി ചേരുക, അതാണ് ലയം. എന്താണ് ഇത്? പല പല രീതിയിൽ നമുക്ക് ചിന്തിക്കാനുണ്ട്. പരമാത്മാവ് നമ്മുടെ ഉള്ളിൽ മഹാമായ ഒരവസ്ഥ, വിദ്യാരൂപിണി അമൃതേശ്വരി, നമ്മുടെ ജീവശക്തിയായിട്ടിരിക്കുന്ന ആ അമ്മ പരാശക്തിയാണ് ഒരവസ്ഥ. അത് നമ്മുടെ ഉള്ളിലുണ്ട്. ഈ അമ്മയും ആ പിതാവും കൂടെ ചേരുക, ആ ലയം. അതാണ് കാര്യകാരണങ്ങളും കൂടി ചേർന്ന് ലയിച്ചിടുമ്പോഴുള്ള ഒരവസ്ഥയല്ലോ മുക്തി. അപ്പം നമുക്ക് മുക്തിക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇതറിഞ്ഞാൽ പോരെ, ഇത് ആയെടുക്കണം, ഇത് വരണം. ഇത് വരുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കണം, എല്ലാത്തിനും നമ്മൾ തന്നെ അറിയാതെ ഇതെല്ലാം വിരമിക്കും. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വത്തിൽ നിന്നും നമ്മൾ മുക്തിയാകും. അതാണ് മുക്തി. എന്നാലേ നമുക്കവിടെ ലയം കിട്ടും.
ഈ അമ്മ നമ്മൾ പരാശക്തി നമ്മളിൽ തന്നെ ജീവശക്തിയായി ഉണ്ട്. ആ പവറും ആ ശക്തിയും ആ പരമാത്മാവായിരിക്കുന്ന പരമേശ്വരനുമായിട്ട് ലയിക്കുന്നതാണ് മുക്തി. അത് എങ്ങനെ ലയം കിട്ടും? സർവ്വതും നമ്മൾ ഇന്ദ്രിയങ്ങളെല്ലാം നിഗ്രഹിച്ച് എല്ലാത്തിൽ നിന്നും ത്യജിച്ച് അങ്ങനെയെല്ലാം മുക്തനാകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ ലയം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാ. അങ്ങനെ ലയിച്ചിടുമ്പോഴുള്ളൊരവസ്ഥയല്ലോ മുക്തി. ലയത്തോട് ആശ വേറിട്ടിരിപ്പത് ആത്മാവ് ഒന്നേ ജ്ഞാന വിജ്ഞാന വൈരാഗ്യത്തോട് സഹിതമാം ആനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപം. ഇത് ഉള്ള വണ്ണമേ ഇത് എന്താ കൈവല്യ സ്വരൂപം. മനസ്സിലായോ? അപ്പം ഇങ്ങനെയുള്ള ലയത്തോട് ആശ നമ്മൾ അങ്ങനെ പരമാത്മ ലയിക്കുന്ന ഒരു അവസ്ഥ വേറിട്ടിരിപ്പ്, അതിൽ നിന്ന് അങ്ങനെ ഇരിക്കുന്നതാണ് ആത്മാവ് ഒന്നേ. അപ്പം ആ ഒരു ലയം വേണ്ടി മാത്രം നമ്മളിൽ ഈ ആത്മാവുള്ളത്. അത് ദേഹത്തിലിരിക്കുന്ന ഇന്ദ്രിയങ്ങളോ മനസ്സോ അഹങ്കാരമോ ഇതൊന്നും ചേർന്നിരിക്കുകയല്ല ഈ ആത്മാവെന്ന് പറയുന്നത്. അതിനെ ഈ ജീവശക്തിയായിരിക്കുന്ന ആ അമ്മയും അതായത് ആ ശക്തി സ്വരൂപിണിയും ആ പരമാത്മാവായിരിക്കുന്ന ആ ചൈതന്യമൂർത്തിയും കൂടെ ഒന്നിച്ച് ലയിച്ച് ചേരുമ്പോഴുള്ള ഒരു അവസ്ഥയാണ് കൈവല്യം. അതാണ് ജ്ഞാന വിജ്ഞാന വൈരാഗ്യത്തോട് സഹിതമാം ആനന്ദമായിട്ടുള്ള, അതാണ് ഈശ്വരൻ ആനന്ദമാകുമെന്ന് പറയുന്നത്. നമ്മൾ ആനന്ദാനുഭൂതി അനുഭവിക്കുന്നത് എങ്ങനെ ഉണ്ടാവും? ലയം ഉണ്ടാകുമ്പോഴാണ്. എങ്ങനെ ലയം? ഈ ശക്തി സ്വരൂപിണി പരമാത്മാവായ പിതാവും അമ്മയും കൂടെ ഒന്നായി ലയിക്കുക. നമ്മൾ തന്നെയാണതുള്ളത്. അത് നമ്മൾ തന്നെയാണ് ആനന്ദം അനുഭവിക്കാനുള്ള എല്ലാ ഗുണങ്ങളും ഒപ്പിക്കുന്നത്. നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കുക, സജ്ജനങ്ങളുമായിട്ട് ചേർന്ന് എല്ലാം മനസ്സിലാക്കുക, പ്രാർത്ഥിക്കുക, ലയിക്കുക, എല്ലാം മുക്തി നേടുക, എല്ലാത്തിൽ നിന്നും വിരമിക്കുക, എല്ലാം കൊണ്ടും നമ്മൾ എന്താ പറയുക ആഗ്രഹങ്ങളെല്ലാം വെടിയുക. ഇങ്ങനെ എല്ലാം ഒത്തു വരുമ്പോഴാണ് നമ്മൾ ആനന്ദമായിട്ടുള്ള ഒരു അതായത് ഏകമായിരിക്കുന്ന ഈശ്വരനായിട്ട് ചേരുക. അത് ജ്ഞാന വിജ്ഞാന വൈരാഗ്യത്തോട് സഹിതം. അതൊരു അത് വൈരാഗ്യമാണ്. ഇതുണ്ടാവണമെങ്കിൽ നമുക്ക് വൈരാഗ്യമാണ്. ഇത് മറ്റ് കാര്യങ്ങളിലേക്കൊന്നും എടുത്ത് ചാടാൻ പാടില്ല. ഇതൊരു വൈരാഗ്യം പിടിച്ച് തന്നെ. പക്ഷേ എന്നാൽ യഥാർത്ഥമായി കഴിഞ്ഞ ജന്മം കുറേ വൈരാഗ്യം ചെയ്ത് വെച്ചാൽ ഈ ജന്മം പിന്നെ വരും ചെയ്യുമ്പോൾ ഇത്ര വൈരാഗ്യമൊന്നും വേണ്ട. ഞാൻ ഒരു കണ്ണുപിടുത്തവും പിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയാം, അപ്പോൾ പിടിച്ച് ഇപ്പോഴേ വെച്ചേരെ, അപ്പോൾ അടുത്ത ജന്മം പെട്ടെന്ന് കിട്ടും. അതുകൊണ്ട് അപ്പോൾ എന്ത് വരുന്നു? അങ്ങനെ വരുമ്പോൾ ആനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപം ഇങ്ങനെയാണ് നമുക്ക് ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നത്. ഈ ആനന്ദം അനുഭവിക്കുന്നതാണ് കൈവല്യം, ലയം. അതാണ് രതി എന്ന്. ജീവാത്മാവും പരമാത്മാവോടെ ചേർന്നുള്ള രതി. ജീവാത്മാവ് നമ്മുടെ ഉള്ളിലുള്ള ശക്തി സ്വരൂപിണിയായിരിക്കുന്ന അല്പമുള്ള ആത്മാവ് നമ്മൾ പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ളതാണ്. പക്ഷെ പരമാത്മാ ആ പരമേശ്വരൻ നമ്മുടെ സഹസ്രാര പത്മത്തിലാണ് ഇരിക്കുന്നത്. അവിടേക്ക് ഈ നാമജപങ്ങൾ ചൊല്ലി വരുമ്പോൾ ഈ അമ്മ പരാശക്തിയാകുന്ന ആ ജ്ഞാന ജീവേശ്വരി ഉണർന്ന് അവിടെ ചെന്ന് ലയിക്കുന്ന ഒരു ലയമാണിത്. രണ്ടും കൂടെ ചേരും, അത്രയേ ഉള്ളൂ. അത് ആ ലയം നമുക്ക് ഉണ്ടാകുമ്പോൾ ആനന്ദം ഉണ്ടാകുന്നത്. അത് ആ അനുഭൂതിയാണ്. അത് നമ്മൾ രുചിച്ചറിയുകയാണ് ചെയ്യുന്നത്. അത് അമൃതമാണ്, അത് ആനന്ദമാണ്. അത് നമ്മൾ അനുഭവിച്ചറിയുന്നൊരു കാര്യമാണ്. ഇത് ഉള്ളവണ്ണമേ പറവാനും ഇത് അറിവാനും ഉള്ളം നല്ല ഉണർവുള്ളോരില്ലാരിലും ജഗത്തെങ്കിൽ എന്ന് ഭഗവാൻ പറയുന്നു. മനസ്സിലായോ? ഇത് ഉള്ളവണ്ണം. ഇത് ഇങ്ങനെ അനുഭവിച്ചവർക്ക് മാത്രമേ ഇത് ഉള്ളവണ്ണം പറയാൻ പറ്റൂ. അനുഭവമാണല്ലോ ഗുരു. ഇത് ഈ പറഞ്ഞ ഇത്രയും ഉള്ളവണ്ണം ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടെയാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഇത് ഉള്ളവണ്ണമേ പറവാനും ഇത് അറിവാനും ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനും നിങ്ങൾക്കിത് അറിയണമെങ്കിലും ആരാണ്? നല്ല ഉണർവ് വേണം. നമ്മുടെ ഉള്ളത്തിൽ ആർക്കാത് ഉണർവുള്ളത്? ആ പരമാത്മജ്ഞാനത്തിൽ ലയിച്ചവർക്ക് മാത്രമേ ഉണർവുണ്ടാവൂ. ഉണർവോട് പറയണമെങ്കിൽ ആത്മാനന്ദാനുഭൂതി നമ്മുടെ ഉള്ളിൽ ഇത് പറയുമ്പോഴും ഉണ്ടാകണം. ഈ ആനന്ദാനുഭൂതി ഇത് പറയുന്ന വാക്കിലും നമുക്ക് വരണം. അതാണ് ആനന്ദം. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാവും? ഉണർന്നിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ കുറേ കോട്ടുവായിക്കിട്ട് എന്തൊക്കെയാ പറയും എന്നുള്ള രീതിയിൽ അങ്ങനൊന്നും അല്ലെന്നൊന്നും. ഇത് ഉണർവ് വേണം. ഇത് പരമാത്മജ്ഞാനമാണ്, അത്ര അറിവാണിത്. ഇത് ഉള്ളവണ്ണമേ ആർക്കിത് പറയാൻ പറ്റുകയില്ല. ഇത് ഉള്ളവണ്ണമേ പറവാനും ഇത് അറിവാനും ഇത് കേൾക്കുന്നവർക്കും ഉണർന്നിരിക്കണം. ഉണർവില്ലാത്തവർക്ക് എന്ത് വരും? കേൾക്കാൻ തോന്നൂല. ഉള്ളത്തിൽ ഇത് കേട്ടത് പോരാന്ന് തോന്നുന്നെന്താ? ആ ഉള്ളത്തിൽ ഉണർവുള്ളുണ്ട്. അതാണ് ഇത് ഉള്ളവണ്ണം ഇത് പറഞ്ഞു തരാനും ഇത് നിങ്ങൾക്ക് അറിയാനും എന്ത് വേണം? ഉള്ളം നല്ലവണ്ണം ഉണർന്നിരിക്കണം. ഉള്ളം നല്ല ഉണർവുള്ളവരില്ല ആരും ജഗത്തിങ്കൽ. ഇത് കേൾക്കാൻ തയ്യാറത്തിരിക്കുന്നവരും ചുരുക്കം. ഇത് പറഞ്ഞു കൊടുക്കാനും ഈ ജഗത്തിങ്കിൽ ആരുമില്ല. ഭഗവാൻ ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഭഗവാൻ പരമാത്മാ ഗുരുവായിരുന്ന ശ്രീരാമ ഭഗവാനും കൃഷ്ണ ഭഗവാനും ആ ആചാര്യനാണ്. നമ്മുടെ ലോകപിതാവായ പരമാത്മാവ് തന്നെയാണ് ഈ ശ്രീരാമനിലും
കൃഷ്ണനും വന്നേക്കുന്നത്. അവരിൽ ഉണർവോടുകൂടിയാണ് ഇവിടെ ലക്ഷ്മണന് കൊടുക്കുന്നത്. എന്താ കാരണം? ആ ഉണർന്നിരിക്കുന്നത് എന്താ? പരമാത്മാവ് ആണ്. നമ്മളും അങ്ങനെ അതിൽ ആ ലയം നമ്മളിൽ വരണം. നമ്മളും പരമാത്മാവിനെ രുചിച്ചറിയണം. അമ്മയും അതാ പരാശക്തി വിദ്യയാണ്. ആ വിദ്യാരൂപിണിയെ മനസ്സുകൊണ്ട് ധ്യാനിച്ച്, അമ്മയാണ് ലോകമാതാവ്, നമ്മുടെ എല്ലാവരുടെയും അമ്മ. ആ മാതാവ് കഴിഞ്ഞിട്ട് ആ പിതാവ് വന്നേക്കുക. അപ്പോൾ പിതാവും മാതാവും കൂടെ ലയിക്കുന്ന ലയം, ആ രതി, അതുണ്ടെങ്കിൽ നമ്മളെ ഉള്ളത്തിൽ ഉണർവുണ്ടാവും. അങ്ങനെ ഉണർന്നിരിക്കുന്നവർക്ക് മാത്രമേ ഇത് പറഞ്ഞു കൊടുക്കാനും, അങ്ങനെ ഒരു ഉണർവ് വന്നുകൊണ്ടിരിക്കണം കേൾക്കുന്നവർക്കും കൂടെ, ഇത് കേൾക്കാനും. അത് രണ്ടുപേർക്കും എന്താ പറഞ്ഞ ഭഗവാൻ പറയുന്നെന്താ? അത് ഇങ്ങനെ ഈ ജഗത്തെങ്കിൽ ആരും ഇല്ല, ചുരുക്കം വല്ലവരും എവിടെയെങ്കിലേ ഉള്ളൂ. അതാണ് ഇതിൽ പറയുന്നത്. നമ്മൾ എത്രമാത്രം ഭാഗവതം ഇതൊക്കെ അർത്ഥം മനസ്സിലാക്കി കൊടുത്താലും ചിലരല്ലേ ഇത് കേൾക്കുള്ളൂ. അതേസമയം ആഡംബരമായിട്ടുള്ളതെല്ലാം പല രീതിയിലും ഒക്കെ കേൾക്കുന്ന ഒരുപാടുണ്ട്. എന്നുവെച്ചാൽ ഇന്നത്തെ കാലത്ത് ഈ ലോക ചിന്തയാണല്ലോ കൂടുതലും. അപ്പോൾ അവർ ഈ ലോക ചിന്തയിൽ പറയുന്നവരെ ഒന്നുകൂടെ കേൾക്കും. ഇച്ചിരി ആഡംബരമായിട്ടൊക്കെ ഇത് ഒത്തിരിയൊക്കെ എന്തൊക്കെ പറയാം. അത് എനിക്കത് പറയാനുണ്ട്. നല്ല ഇത് കാണുമ്പോൾ തന്നെ ഇതിപ്പോൾ എന്തോ ഒരു ക്യാമറയ്ക്കകത്ത് ഇങ്ങനെ ഓരോ വല്യം ഇരുന്ന് പറയുന്നു. കാണുമ്പോൾ തന്നെ കേൾക്കുമോ ഇതെന്തോന്നാ. പക്ഷേ ഇത് കേൾക്കുന്ന ഒരാളെ കാണും, അല്ലെങ്കിൽ 5 or 10 പേരെ കാണും. അത് അറിയാൻ, കാരണം അറിയാൻ ഉണർന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ പറഞ്ഞേക്കുന്നതാണ്, ഞാൻ പറയുന്നതല്ല. ഇത് ഉള്ളവണ്ണമേ പറവാനും ഇത് അറിവാനും ഉള്ളം എന്നുവെച്ചാൽ നമ്മുടെ ഉള്ളം നല്ല ഉണർവുള്ളവരില്ലാരും ജഗത്തെങ്കിൽ. അപ്പോൾ ജഗത്തെങ്കിൽ ആരും ഉണർന്നിട്ടില്ലാത്തതുകൊണ്ടാണ് ഇത് കേൾക്കാത്തതെന്ന് മക്കൾ വിചാരിക്കൂ. 4 or 5 പേരെങ്കിലും ഇത് മനസ്സിലാക്കുന്നെങ്കിൽ അത് ഉണർവുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ കേൾക്കാൻ ഇഷ്ടപ്പെടത്തില്ല. ഇതിൽ കൂടി നമുക്ക് എന്തറിയാനാ? അപ്പോൾ അതുപോലെ തന്നെ ഇത് പറഞ്ഞു കൊടുക്കണമെങ്കിലും ഉണർന്നിരിക്കണം. അവർക്കേ പറഞ്ഞു കൊടുക്കാനും പറ്റൂ. അനുഭവം ഇല്ലാത്തവരെങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? എങ്ങനെ ഉണർന്നിരിക്കുന്നത്? ഉണർവോട് കൊടുക്കണമെങ്കിൽ ഉണരണ്ടേ? നമ്മളെ ഉണരുന്നെങ്ങനെയാ? നമ്മളില്ലേ ആനന്ദ അനുഭൂതി, ആ ലയം, ആ രതി നമ്മളിലുണ്ടാകണം. അത് എപ്പോഴും വേണം. ഇത് പറയുമ്പോഴും വേണം, ഇത് നാമം ചൊല്ലുമ്പോഴും വേണം, ഭാഗവതം വായിക്കുമ്പോഴും വേണം. കാരണം മറ്റൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ ഇതിന് തന്നെ, ഇതിപ്പോൾ എനിക്ക് ക്യാമറയിൽ ശ്രദ്ധിക്കണം, ഇതിപ്പോൾ വലുതായിട്ട് വേണ്ട. കാരണം ഇതിപ്പോൾ ഒരേ രീതിയിലിരിക്കുന്നു. മറ്റത് അങ്ങനെയല്ല, നാമം കുറേ ചെല്ലണം. ഈ കൃഷ്ണൻ്റെ പടമൊക്കെ വരണമെങ്കിൽ ഇതിപ്പോൾ ഫുള്ളും ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ക്യാമറ ശ്രദ്ധിക്കണം, അവിടെ അങ്ങ് വെച്ചുകൊണ്ടിരിക്കുക. മറ്റേ ഭാഗവതം വായിക്കുമ്പോൾ ഞാൻ ഒരു കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് വരി കാണാൻ വേണ്ടി വരി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ നോക്കണം. അപ്പോൾ എല്ലാം ശ്രദ്ധിക്കുമ്പോൾ കുറേ ആ ചിന്ത അങ്ങനെ പോകും. നമ്മൾ മറ്റൊന്നിലേക്ക് ചിന്ത കൂടാതെ വേണം ഇതൊക്കെ ഉണർന്നിരിക്കണം. ഇതൊക്കെ പറയുമ്പം അങ്ങനെ ഉണർന്നിരിക്കുന്നവരാണ് ഇത് കേൾക്കുന്നത്. അവർക്ക് ഒരു വൈഷമ്യം ഉണ്ടാവില്ല, ഇനിയും പോരാൻ തോന്നും. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സമയം പോയി, എന്നാലും ഞാനിത് പറയാതിരിക്കുന്നത്, എനിക്ക് 1 or 2 മക്കൾ കേട്ടാൽ മതി, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലും കേൾക്കുന്നുണ്ട്, എനിക്കത് അത്രയും സന്തോഷം. ഞാൻ ആഗ്രഹിക്കുന്ന വെച്ചാൽ ഇത് ഒരാൾക്ക് ഇങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ് ഉള്ളത്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.